ലാവയുടെ ലാവ ബ്ലേസ് ഡുവോ 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 17,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാവ ബ്ലേസ് ഡുവോ 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പം ആദ്യം ഈ ഒരു ഫോണിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം ഇതിന്റെ ഡിസ്പ്ലേ തന്നെയാണ്. അപ്പം ഇതിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ വരുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നമുക്ക് കേർഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെ കിട്ടുന്നുണ്ട്. അപ്പം 17,000 രൂപ പ്രൈസിലൊക്കെ കേർഡ് ഡിസ്പ്ലേ വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ പഞ്ചോൾ ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ഫോണിൽ കേർഡ് ഡിസ്പ്ലേ വരുന്നു എന്നുള്ളത് മാത്രമല്ല എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു ഫോണിന്റെ ബാക്കിൽ ഒരു സെക്കൻഡറി ഡിസ്പ്ലേയും കൂടി വരുന്നുണ്ട്. അപ്പം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫോണിന്റെ ബാക്കിൽ 1.58 ഇഞ്ചിന്റെ ചെറിയൊരു AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇപ്പം ഇതിൽ നമുക്ക് ബാക്ക് ക്യാമറ വെച്ചിട്ട് തന്നെ സെൽഫി ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത് ഒരു വ്യൂ ഫൈൻഡർ ആയിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ കോള് ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫ്രണ്ടിൽ നമുക്ക് കേർഡ് ഡിസ്പ്ലേയും കിട്ടുന്നുണ്ട്, ബാക്കിൽ എക്സ്ട്രാ ഒരു ഡിസ്പ്ലേയും കിട്ടുന്നുണ്ട്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഒരു ഫോണിനുള്ളിലും നമുക്ക് ഒരു ഡ്യുവൽ ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പം ഡിസ്പ്ലേ തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു സെക്ഷനിൽ തന്നെ ഉൾപ്പെടുത്താവുന്നതാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 186 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 8.45 mm ആണ്. പിന്നെ IP64 റേറ്റിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു IP റേറ്റിംഗ് ഒക്കെ തന്നെയാണ്. പിന്നെ ഈ ഫോണിന്റെ ആർട്ടിക് വൈറ്റ് അതുപോലെ തന്നെ സെലസ്റ്റിയൽ ബ്ലൂ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7025 എന്നുള്ള പ്രോസസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു 17,000 രൂപ പ്രൈസ് വെച്ചാൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസറാണ് എന്നൊന്നും പറയുന്നില്ല, എന്നാലും തരക്കേടില്ലാത്ത ഒരു ആവറേജ് ആയിട്ടുള്ള പ്രോസസർ എന്ന് പറയാവുന്നതാണ്. ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഡിസ്പ്ലേക്കാണ്. ഇപ്പം നിങ്ങൾ പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണുകളൊക്കെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ MediaTek Dimensity 7300 പോലുള്ള പ്രോസസറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതുപോലുള്ള ഫോണുകളൊക്കെ നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്തായാലും ഇതിൽ ആവറേജ് ആയിട്ടുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്തൊരു പ്രോസസർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി വരുന്നുണ്ട്. LPDDR5 റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ LPDDR5 റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 5G സപ്പോർട്ടൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 13ഓളം 5G ബാൻഡ്സ് വരുന്നുണ്ട്. മേജർ ആയിട്ടുള്ള എല്ലാ 5G ബാൻഡ്സും ഇതിൽ വരുന്നതായിരിക്കും. ബേസ് വേരിയന്റിൽ 6GB റാമും 128GB ഇന്റേണലും ആണ് വരുന്നത്. 8GB റാമും 128GB ഇന്റേണലും ആയിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 6GB റാം അല്ലാന്നുണ്ടെങ്കിൽ 8GB റാം എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 64 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നുണ്ട്. ഇത് സോണിയുടെ ഒരു സെൻസറാണ്, പക്ഷേ കറക്റ്റ് ഏത് സെൻസറാണ് എന്നുള്ള കാര്യം അവർ മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ 2 മെഗാ പിക്സൽ ഒരു സെൻസറും വരുന്നുണ്ട്. പക്ഷേ ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായതിന്. അത് ഒരു കോസ്റ്റ് കട്ടിംഗ് ആണ് എന്ന് പറയേണ്ടി വരും. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഓൺ പേപ്പർ വളരെ മികച്ചൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തിരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സിന്റെ ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയറിന്റെ കാര്യം ആ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറേ വരുന്നുള്ളൂ. ഈ ഒരു ടൈമിൽ ലോഞ്ച് ചെയ്യുന്ന ഒരു ഫോണിൽ Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ഫോണിൽ ആകെ ഒരു കൊല്ലത്തെ OS അപ്ഡേറ്റേ ലഭിക്കുള്ളൂ. അതായത് Android 15 അപ്ഡേറ്റ് മാത്രമേ ലഭിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റ് ഇതിൽ ലഭിച്ചോളണം എന്നില്ല. ഒരു 2-3 കൊല്ലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 16,999 രൂപയാണ്. 8GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 17,999 രൂപയാണ്.
ഡിസംബർ 20 മുതലാണ് ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ HDFCയുടെ കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡ്യുവൽ ഡിസ്പ്ലേ അതുപോലെ തന്നെ കേർവ്ഡ് ഡിസ്പ്ലേ എന്നീ കാര്യങ്ങളൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡ്യുവൽ ഡിസ്പ്ലേയും കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. അപ്പം ബാക്കി ഫീച്ചേഴ്സും അത്യാവശ്യം തിരക്കുകളില്ലാത്ത ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. പക്ഷേ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെയും ഫോണുകൾ നോക്കാവുന്നതാണ്. ഇപ്പം പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7300 പോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണുകളാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ക്യാമറയിൽ OSന്റെ സപ്പോർട്ടുമായിട്ട് വരുന്ന അതുപോലെ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ ഉള്ള ഫോണുകളും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി ഡ്യുവൽ ഡിസ്പ്ലേ അതുപോലെ തന്നെ കേർവ്ഡ് ഡിസ്പ്ലേ എന്നീ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു ഫോണായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.